പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം എല്ലാവർക്കും ആശംസിക്കുന്നു. നമ്മൾ പലപ്പോഴും ഒരുപക്ഷെ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ഈ ലോകത്തിലും നമ്മുടെ നാട്ടിലും എല്ലാം നോക്കുമ്പോൾ എല്ലായിടത്തും അശാന്തിയും അപകടങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ലോകമഹായുദ്ധത്തെക്കുറിച്ചുള്ള കിംവദന്തികളും എല്ലാം നമ്മെ പൊതിയുന്നു. ശരിക്ക് അസ്വസ്ഥപ്പെടാൻ വളരെ ഏറെ കാരണങ്ങൾ നമുക്കുണ്ട്. ഇന്ന് ഞാൻ കാലിഫോർണിയയിലെ വൈൽഡ് ഫയർ, ഈ കാട്ടുതീ, അല്ലെങ്കിൽ കാട്ടുതീയല്ല, ഇപ്പോൾ അത് നാട്ടുതീയായി ഒത്തിരി ആളുകളുടെ ജീവനും സ്വത്തിനും എല്ലാം ഭീഷണിയായി. അതിൻ്റെ ഇടയിൽ കൂടി സാമൂഹ്യ വിരുദ്ധർ തീ കൊളുത്തുന്നു. വീടുകൾ കൊള്ളയടിക്കാൻ വേണ്ടി തീ കൊളുത്തുന്നു, വീടുകൾ കൊള്ളയടിക്കുന്നു. അപ്പോൾ അവിടെ ഒരു സൈഡിൽ ഈ ഫയർ ഫൈറ്റിംഗ് ആൾക്കാർ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, മറുവശത്ത് കൊള്ള നടക്കുന്നു. അവിടുത്തെ ഏറ്റവും സമ്പന്നർ താമസിക്കുന്ന ഏറ്റവും സേഫായിട്ടുള്ള ഇടങ്ങൾ, അമേരിക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് കൺട്രി. ഇതൊക്കെ ഉണ്ടായിട്ടും തീ കെടുത്താൻ സാധിക്കുന്നില്ല. എത്രയോ ബില്യൺ ഡോളറിൻ്റെ നാശനഷ്ടങ്ങൾ. ഓൾറെഡി 10-20 പേര് മരിച്ചു കഴിഞ്ഞു, കുറേ പേരെ കാണാതായിരിക്കുന്നു. എത്ര വലിയ ദുരന്തം! അപ്പോൾ ലോകം ഇപ്രകാരമുള്ള ദുരന്തങ്ങളിലൂടെ ഇങ്ങനെ മാറി മാറി കടന്നു പോവുകയാണ്. ഒരു നിമിഷം നമുക്ക് ഈ തീയുടെ ഈ കാലിഫോർണിയയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ തീയിൽ നഷ്ടം സഹിച്ചവർക്ക്, എല്ലാം നഷ്ടപ്പെട്ടവർക്ക്, വസ്തുവകകൾ നഷ്ടപ്പെട്ടവർക്ക്, കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവർക്ക്, സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടവർക്ക്, ആ തീ കെടുത്തുവാനായി പ്രയത്നിക്കുന്ന ഫയർ ഫൈറ്റേഴ്സിന് എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യേശു ഇവരെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ഹെബ്രായർ 12:28. സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദി ഉള്ളവരായിരിക്കാം. അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്ത്യാദരങ്ങളോടെ സമർപ്പിക്കാം. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നമ്മൾ ഈ ലോകത്തിൽ വെറുതെ നമ്മൾ യാത്രക്കാർ മാത്രം. നമ്മുടെ യഥാർത്ഥ രാജ്യം സ്വർഗരാജ്യമാണ്. നമ്മുടെ സ്വന്തമായ ഇടം ഈ ലോകമല്ല. അപ്പോൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള സുസ്ഥിരമായ ഒരു രാജ്യം, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശ, അതുപോലെ ഈ ലോകത്തിലെ സർവസ്വവും നശ്വരമാണ് എന്ന യാഥാർത്ഥ്യം, ഇത് മനസ്സിലാക്കി നമുക്ക് എപ്പോഴും ഭയഭക്ത്യാദരങ്ങളോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ്, കൃതജ്ഞത പറഞ്ഞ്, കർത്താവിൻ്റെ പാതയിൽ ഭക്തിയോടുകൂടെ നമുക്ക് മുന്നേറാം. വീണ്ടും
13 അധ്യായം 5 വാക്യം മുതൽ, നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ ഈ വക ദുരന്തങ്ങളിൽ ഇപ്പം നമ്മളും ഒക്കെ അനുഭവിച്ചതാണ്. വെള്ളപ്പൊക്കം, കോവിഡ്, പലപ്പോഴും മനുഷ്യർ നിസ്സഹായരായി നിൽക്കുന്ന അവസ്ഥകൾ. അപ്പം നമ്മുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. മനുഷ്യർക്ക് നമ്മളോട് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ മനുഷ്യരെ അധികം ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മൾ ദൈവത്തിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടും കൂടെ നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടിയിരിക്കുന്നു. സ്വർഗരാജ്യമാണ് നമ്മളുടെ യഥാർത്ഥ ശാശ്വതമായ രാജ്യമെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബാക്കിയെല്ലാം നശ്വരമാണ്, ടെമ്പററിയാണ്. നമ്മൾ ശരീരമുള്ള ആത്മാക്കളാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ശരീരം വിട്ട് നമ്മൾ നമ്മുടെ യഥാർത്ഥ സുസ്ഥിരമായ രാജ്യത്തിലേക്ക് പോകേണ്ടവരാണ് എന്ന ചിന്തയിൽ ദൈവത്തിന് എല്ലായ്പ്പോഴും നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ഒരിക്കൽ കൂടെ നമുക്ക് ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, അവരെ സഹായിക്കണമേ. അവിടുത്തെ തീ കെടുത്തുവാനുള്ള പ്രയത്നം ഉടനെ വിജയത്തിലേക്ക് എത്തിക്കണമേ. അവരുടെ പാപങ്ങൾ പൊറുക്കണമേ. അവരെ നന്മയിലേക്ക് നയിക്കണമേ. ഹല്ലേലൂയ. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. അപ്പോൾ ആരും ഇതുപോലെയുള്ള അപകടങ്ങൾക്കൊന്നും അതീതരല്ല. ഇതൊക്കെ ലോകത്തിൽ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് അനുകമ്പയുള്ളവരായിരിക്കാം. ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസം തീർത്ഥം ദൈവത്തിൽ മാത്രമായിരിക്കട്ടെ. നന്മ ചെയ്തുകൊണ്ട് എളിമയോടെ കൃതജ്ഞതയോടെ നമുക്ക് അനുദിനം ജീവിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.